ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുണ്ടല്ലോ നല്ല ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രെഡ് പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാം, സോസും ഒക്കെ കഴിക്കാം. എന്താ ടേസ്റ്റ് എന്നറിയാം. ഫില്ലിങ്സ് വെക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് പക്കോടയുടെ റെസിപ്പി ആയിട്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ബ്രെഡ് പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമേ തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ചിട്ടാണ് കുക്കറിലിട്ടത്. മുറിച്ചിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ചില ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പം ഉൾഭാഗമൊന്നും ശരിക്കും വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ മുറിച്ചിട്ടിട്ട് നകക്കന്നെ വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുക്കറിൻ്റെയൊക്കെ വ്യത്യസ്തത്തിനനുസരിച്ചിരിക്കും കേട്ടോ. എൻ്റെ ഒരു പഴയ കുക്കറായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നല്ല കുക്കറൊക്കെ ആണെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാകുമായിരിക്കും. അപ്പോൾ അങ്ങനെ 2 വിസിലടുപ്പിച്ച് ഉരുളക്കിഴങ്ങ് പുഴുകിയെടുത്തു. അതിൻ്റെ കാറ്റൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പിൽ നിന്ന് പിടിച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒന്ന് തണുക്കാനായിട്ട്. അതൊന്നൊക്കെ തണുത്ത്, അതായത് കൈ കൊണ്ടൊന്ന് പിടിക്കാനായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തൊലി മുഴുവൻ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അത് മുഴുവനും നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേട്ടോ. ഏതെണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ സവോളയൊന്ന് വഴന്ന കളറ് മാറി വരണം കേട്ടോ. അതുവരേക്കും ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പം മുളക് പൊടിക്ക് പകരം പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞാണെങ്കിലും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പില പൊടി അരിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടികളൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതങ്ങ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൽ മുഴുവനും ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം പിടിച്ച് വരണമല്ലോ. പിന്നെ ഇതിലുണ്ടല്ലോ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് കൂടുതൽ വേണമെങ്കിൽ മട്ടറോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് പുഴുങ്ങിയത്, അതുപോലെ കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ് അതൊക്കെ പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച ആ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് മാറ്റിയെന്ന് മാത്രം. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടോ. കടലമാവിൻ്റെ അങ്ങനെ അളവൊന്നും പ്രത്യേകിച്ച് നോക്കിയില്ല. കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു വന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇപ്പം വലിയ കളറൊന്നും വേണ്ട എന്നുള്ളവർ ആ പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു തിക്ക് ബാറ്ററായിട്ട് കിട്ടണം. നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററി കിട്ടുമല്ലോ. ഒത്തിരി ലൂസും അല്ല, എന്നാൽ പിന്നെ തവിയെന്ന് വിട്ടു പോരുകയും ചെയ്യണം. ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. അങ്ങനെ അതും മാറ്റി വെച്ചിട്ട് ഞാനിതാ അടുത്ത സെറ്റ് എടുത്തിരിക്കുകയാണ്. ബ്രെഡ് എൻ്റെ അടുത്ത് ഒരു 6 പീസായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണെ 4ആയിട്ടേ. ഇത് ഈ മുറിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ബ്രെഡ് പൊടിഞ്ഞു പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ തണുപ്പും മഴയൊക്കെ ഉള്ളത് കൊണ്ട് ബ്രെഡ് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അതങ്ങ് കേടായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ഇത്തിരി കടുപ്പത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങ് മുറിച്ചെടുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് മുഴുവനോടെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മുറിക്കുകയാണെങ്കിൽ 2 പീസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണേലും മുറിച്ചെടുക്കാം. ഞാൻ ചുമ്മാ ഇങ്ങനെ 4ആയിട്ട് മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് ഇടാൻ നേരത്തുണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് ആക്കാൻ നേരത്ത് വീഡിയോ എടുക്കുകയാണ്. അത് ഞാനിങ്ങനെ ഉണ്ടാക്കണേ. ആദ്യം ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് അടുത്ത പീസ് വെച്ചിട്ട്
അങ്ങ് അതിൻ്റെ മേലേക്ക് അടുത്ത പീസ് വെച്ച് കൊടുത്തു നമ്മൾ ബർഗറൊക്കെ മാതിരി. എന്നിട്ട് ഇതാണ്ട് ഈ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് എന്നിട്ട് ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം. ഇതുണ്ടാകാൻ നേരത്തെ ഇതുപോലെ കുറച്ച് കുഴിയുള്ള ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു പലഹാരത്തിന് കുറച്ച് തിക്നെസ് കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എണ്ണയിലൊക്കെ നന്നായിട്ട് മുങ്ങിയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വരണമെങ്കിൽ ഇതുപോലെ കുറച്ച് കുഴിയുള്ള ചീനച്ചട്ടിയൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. പിന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കുകയില്ല. ബ്രെഡും പിന്നെ ഉള്ളിൽ ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നതല്ലേ, ആ പുറമേലത്തെ ആ ഒരു കടലമാവ് മാത്രം അങ്ങ് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇത് പെട്ടെന്നായി കിട്ടുമേ. അങ്ങനെ ഇതാ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതായത് നടുവേ മുറിച്ച് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. കഴിക്കാൻ എന്നാ രുചി എന്നറിയാവോ ഇതിന്. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറച്ച് കടലമാവും കുറച്ച് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചു അടുത്ത ദിവസം അടുത്ത പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ.